ഓക്കെ, ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഒന്നാമത്തത് നമ്മൾ ഫസ്റ്റ് പറയാനുള്ളത് 1857 ക്വസ്റ്റ്യൻ പേപ്പർ. പിന്നെ ഈ സെഷനിൽ നമ്മൾ പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ രണ്ട് ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വിത്ത് എക്സ്പ്ലനേഷൻ. അതുപോലെ ആ, മറ്റു പ്രധാനപ്പെട്ട ഫാക്ട്സും കൂടി പറയും. അപ്പോൾ നമ്മളിത് റെഫർ ചെയ്താൽ തന്നെ ഏകദേശം ഉണ്ടാവും നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മാക്സിമം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, താഴെ കൊടുത്തവയിൽ ഖാൻ അബ്ദുൽ ഗഫാർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തത്, അദ്ദേഹം അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ അത് ശരിയാണോ? യെസ്, അതെല്ലാവർക്കും അറിയാം. അദ്ദേഹം അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് ഓക്കെയാണ്. രണ്ടാമത്തത്, ഒരു മിനിറ്റ്. ഓക്കെ, ഒന്നാമത്തത് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു, ശരിയാണ്. രണ്ടാമത്തത് 1988 ജനുവരി 20 അദ്ദേഹം അന്തരിച്ചു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അതും ശരിയാണ്. 1988 ജനുവരി 20 അദ്ദേഹം അന്തരിച്ചത്. പിന്നെ മൂന്നാമത്തത് 1987 അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചു. ഓക്കെ, 87 ഇതെന്താണ്? ശരിയാണ്. നാലാമത്തത് ഖുദായ് ഖിദ്മത്ഗാർ എന്ന സംഘടന രൂപീകരിച്ചു. SVRT സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ 4 എല്ലാം ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 4 ശരിയാണ്. ഓക്കെ, റെഡി. ഇപ്പൊ നമ്മള് ഖാൻ അബ്ദുൽ ഗഫാർ ഖാനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ജനിച്ചത് 1800 ജനിച്ചത് 1890 ഓക്കെ, ജനിച്ചത് 1890 ജസ്റ്റ് മനസ്സിലാക്കുക. ജനുവരി 20 ജനിച്ചത്. ഓക്കെ, മരണപ്പെട്ടത് ജനുവരി 20 1988 അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷനാണ് ഖുദായ് ഖിദ്മത്ഗാർ. ഓക്കെ, അത് മനസ്സിലാക്കുക. പിന്നെ അദ്ദേഹത്തിന്റെ മെമ്പർമാരെ ഒരു പേരുണ്ടേനു, അതാണ് ചുവന്ന കുപ്പായക്കാർ. ഓക്കെ, റെഡ് ഷർട്ട്സ് എന്നറിയപ്പെടുന്നത്, ചുവന്ന കുപ്പായക്കാർ എന്നറിയപ്പെടുന്നത് ഒരു PSCയുടെ ഒരു പ്രീവിയസ് ഇയർ ആണ്. ആരാണ്? നമ്മളെ ആരുടെ മെമ്പർമാരാണ്? ഖാൻ അബ്ദുൽ ഗഫാർ ഖാന്റെ. ഓക്കെ, പിന്നെ 1987 അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചു. അദ്ദേഹം ആദ്യത്തെ നോൺ ഇന്ത്യൻ സിറ്റിസൺ ആണ് ഭാരതരത്ന ലഭിക്കുന്നത്. ഓക്കെ, ഇത്രയും പോയിന്റ് എന്താക്കുക, നമ്മൾ ജസ്റ്റ് പഠിച്ചു വെച്ചോളാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ചാ സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം എന്താണ്? ബി ആണ് ആൻസർ. ഓക്കെ, ദാദാഭായ് നവറോജി. റെഡി. ദാദാഭായ് നവറോജിനെ കുറിച്ച് നമുക്ക് എന്താ പറയാനുള്ളത്? അദ്ദേഹമാണ് എന്ത് സമ്പദ് വ്യവസ്ഥയെ ചോർച്ചാ സിദ്ധാന്തം കൊണ്ടുവന്നത്. അദ്ദേഹം ജനിച്ചത് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. മരണപ്പെട്ടത് 1917, ജനിച്ചത് 1825. ജസ്റ്റ് പറയുന്നുള്ളൂ. ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തെയാണ്. ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ. പിന്നെ ചോർച്ചാ സിദ്ധാന്തം, ഡ്രെയിൻ തിയറി, ഇതാണ് ഏറ്റവും പിന്നെ വേറൊരു പോയിന്റ് അദ്ദേഹത്തെ കുറിച്ചുള്ളതെന്ന് വെച്ചാൽ പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ ഖാൻ അബ്ദുൽ ഗഫാർ ഖാനെ കുറിച്ച്
ശരിക്കും എന്താക്കുക, ചെറിയൊരു നോട്ട്സ് ഉണ്ടാക്കുക ഈ പോയിന്റ് വെച്ചിട്ട്, ഞാൻ പറഞ്ഞ പോയിന്റ്. രണ്ടാമത്തത് സോറി, ദാദാഭായ് നവറോജിയെ കുറിച്ച് നോട്ട്സ് ഉണ്ടാക്കുക. ഫസ്റ്റത്തെ നോട്ട്സ് എന്താ, ചോർച്ച സിദ്ധാന്തം കൊണ്ടുവന്നു. രണ്ടാമത്തത് പിന്നെ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. മൂന്നാമത്തത് പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന വർക്ക് അദ്ദേഹത്തിൻ്റെയാണ്. ഓക്കെ. പിന്നെ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ 1906 INC-യുടെ പ്രസിഡന്റ് ആയിരുന്നു കൊൽക്കത്തയിൽ സെഷനിൽ വെച്ചിട്ട്. ഓക്കെ. 1906 അദ്ദേഹത്തെ പ്രസിഡന്റ് ആയിരുന്നു. 3 തവണ പ്രസിഡന്റ് ആയിട്ടുണ്ട്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 3 തവണ പ്രസിഡന്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് ആയത് 1906 പിന്നെ കൊൽക്കത്ത സെഷനിലാണ് അദ്ദേഹം പ്രസിഡന്റ് ആയത്. റെഡി? ഓക്കെ. 3 വട്ടമാണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത്. ഇനി അടുത്തത് സ്പീഡാക്കാം. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇതാണ് നമ്മൾ പഠിച്ചത്. ശരിയല്ലാത്തത് ഏത്? ആദ്യത്തെ രക്തസാക്ഷി ഝാൻസി റാണിയായിരുന്നു. തെറ്റാണ്, നമ്മൾ പഠിച്ചതല്ലേ. ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? മംഗൽ പാണ്ഡെയാണ്. ഓക്കെ, മംഗൽ പാണ്ഡെ. ഡൽഹിയിലെ കലാപം നയിച്ചത് ബഹദൂർ ഷാ രണ്ടാമനാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ഓക്കെ. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി. ഓക്കെ. അപ്പൊ മൂന്നാമത്തെ ആൻസർ ഏതാ? ഇതിലെന്താ ചോദ്യം എന്തെന്നാ? ഇന്ത്യയുമായി താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏതാണ്? ആദ്യത്തെ രക്തസാക്ഷി ഒന്ന് ശരിയല്ല. പിന്നെ ഏതാണ്? ആഹ് ഒന്ന് ശരിയല്ല. ഒന്ന് മാത്രമേ ശരിയല്ലാത്തുള്ളൂ, ബാക്കി ഇത് രണ്ടും ശരിയാണ്. ഓക്കെ, അപ്പൊ ആൻസർ ബി ആണ്. ഓക്കെ. അടുത്ത, അപ്പൊ നമുക്ക് ഇവിടെ എന്താ, ബഹദൂർ ഷാ രണ്ടാമൻ, ഡൽഹി. ഓക്കെ, ഡൽഹി. ഓക്കെ. പിന്നെ നമുക്ക് പറയാനുള്ള ആദ്യത്തെ രക്തസാക്ഷി മംഗൽ പാണ്ഡെ. ഈ 2 പോയിന്റ് ഇവിടുന്ന് കിട്ടി. ഏഹ് മംഗൽ പാണ്ഡെയെ കുറിച്ച് നമുക്ക് എന്താ പറയാം? മംഗൽ പാണ്ഡെ അദ്ദേഹം എവിടുന്നാണ്? അദ്ദേഹത്തെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് മംഗൽ പാണ്ഡെ? ബരക്പൂർ അല്ലെ? ബരക്പൂർ ആണ് അദ്ദേഹം സൈനിക സേവനം നടത്തിയ പ്രദേശമാണ് ഇവിടെ ബരക്പൂർ. ഓക്കെ. ആദ്യത്തെ രക്തസാക്ഷി അദ്ദേഹമാണ്. ബരക്പൂരിലാണ് ആ ഒരു പ്രധാന ഇൻസിഡന്റ് നടക്കുന്നത് കേട്ടോ. ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് 1857 ഏപ്രിൽ 8-ന്, ഇത് SCRT പോയിന്റ് ആണ്. ഏപ്രിൽ 8-ന് അദ്ദേഹം അന്തരിച്ചു. അതായത് അന്തരിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ തൂക്കിക്കൊന്നു കേട്ടോ. അറസ്റ്റഡ് ആൻഡ് എക്സിക്യൂട്ടഡ് ഓൺ 1857 ഏപ്രിൽ 8. ഓക്കെ. അപ്പോൾ ആ പോയിന്റ് ഓർത്ത് വെക്കുക. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത്, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം നടത്തിയ നേതാവ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗറില്ല സമരം ആരാണ്? താന്തിയ തോപ്പിയാണ് കേട്ടോ. ഗറില്ല സമരം താന്തിയ തോപ്പി. ഓക്കെ. താന്തിയ തോപ്പിയാണ് എന്ത്, ഗറില്ല സമരം നടത്തിയത്. ഓക്കെ. റെഡി? അദ്ദേഹത്തിന്റെ പ്രത്യേകത വെച്ചാൽ നാനാ സാഹിബിന്റെ കമാൻഡർ ആയിരുന്നു. ഇതാണ് ഏറ്റവും വലിയ SCRT പോയിന്റ്. നാനാ സാഹിബിന്റെ കമാൻഡർ ആയിരുന്നു ആര്? താന്തിയ തോപ്പി. ഇത് നോട്ടിൽ എഴുതി വെക്കുക. ഗറില്ല ഇത് അദ്ദേഹം നടത്തി, ഗറില്ല വാർഫെയർ. പിന്നെ അപ്പോൾ ചീഫ് കമാൻഡർ ആയിരുന്നു. അപ്പൊ അദ്ദേഹം ഇവിടെ വെച്ചിട്ട് ഇപ്പൊ റെപ്രസെന്റ് ചെയ്യുന്ന സ്ഥലം എവിടെയാ? കാൺപൂർ എന്ന് വെച്ചാൽ എവിടെയാ? കാൺപൂരിലാണ് നാനാ സാഹിബ്. നാനാ സാഹിബിന്റെ പ്രധാന വിശ്വസ്തനായിരുന്നു ആര്? താന്തിയ തോപ്പി. അപ്പോൾ കാൺപൂർ എന്ന് പറഞ്ഞാൽ നാനാ സാഹിബാണ്. നാനാ സാഹിബ്, അപ്പോൾ താന്തിയ തോപ്പി കാൺപൂർ എന്നാണ് കണക്റ്റഡ് ആണ്. റെഡി? ഓക്കെ. അപ്പൊ അടുത്തത്, ചുവടെ തന്നിരിക്കുന്നതിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഫൈസാബാദിൽ വിപ്ലവം നടത്തിയത് ആരാണ്? നവാബ് വാജിദ് അലിയാണ്. ഫൈസാബാദിൽ വിപ്ലവം നടത്തിയത് നവാബ് വാജിദ് അലിയാണ്. ഫൈസാബാദിൽ വിപ്ലവം നടത്തിയത്
അതെന്താണ് തെറ്റായ? ഫൈസാബാദിൽ ആരാണ്? മൗലവി അഹമ്മദുള്ളയാണ് കേട്ടോ. ഇതാണ് ശരി. ഇത് ഉം കണ്ടോ, ഇദ്ദേഹത്തിന് വരെ ഇതിട്ടോ. ഓക്കെ, റെഡിയായോ? തിരിച്ചിട്ടതാണ്. വാജിദ് അലി. ഓക്കെ, ഫൈസാബാദിൽ ആരാണ്? മൗലവി അഹമ്മദുള്ള. ഓക്കെ, ബീഹാറിലെ ആരയിൽ വിപ്ലവം നയിച്ചത്? കൻവർ സിംഗ് ആണ്. ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഒന്നും രണ്ടും ആണ് തെറ്റ്. ഓക്കെ, വാജിദ് അലീഷ എന്നൊക്കെ പറയും. അദ്ദേഹമാണ് ലക്നൌവിൽ. അപ്പോൾ നമ്മൾ പോയിന്റ് നമ്മളെ നോട്ട്സിൽ എഴുതി വെക്കണം. നവാബ് വാജിദ് അലിയാണ് എന്ത്? വാജിദ് അലി ലക്നൗ എന്ന് എഴുതി വെക്കുക. ഓക്കെ, പിന്നെ ബീഹാറിലെ ആരയിൽ? കൻവർ സിംഗ്. ശരിയാണ്. ഓക്കെ, തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഒന്നും രണ്ടും ആണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ 1 and 2 ആൻസർ 1 and 2 ആണ്. ഓക്കെ, അപ്പൊ നവാബ് വാജിദ് അലി എവിടെയാണ്? ലക്നൗ ആണ്. ഏഹ് മനസ്സിലായോ? മൗലവി അഹമ്മദുള്ള എവിടെയാണ്? ഫൈസാബാദിലാണ്. ഇത് കണ്ടോ, ഇന്റർചേഞ്ച് തിരിച്ചു മറിച്ചു വിട്ടു. ഓക്കെ, അപ്പൊ ആൻസർ കണ്ടോ, ആൻസർ ഈസ്. ഇനി അടുത്ത, ബറേലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാനാണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് അതും എന്താണ്? ശരിയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എ ആണ്. ബറേലിയിൽ വിപ്ലവം നിങ്ങളുടെ നോട്ടിൽ പറഞ്ഞാണ് ഖാൻ ബഹദൂർ ഖാൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 1887 കണ്ടോ, ബറേലി. കണ്ടോ ചോദ്യം കണ്ടോ? ബറേലിയിൽ ആരാ? അടുത്ത ചോദ്യം, ആറാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഒന്ന് എ ഏതാണ് ആൻസർ? ഒന്നാമത്തത്. ഫസ്റ്റത്തെ ആ ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള നമ്മൾ പറഞ്ഞു. ഓക്കെ, ബീഹാറിൽ ആരാ? ബീഹാറില് കൻവർ സിംഗ് അല്ലെ? ബീഹാറില് കൻവർ സിംഗ് ആണ്. പിന്നെ ബീഹാറിൽ ആരാണ്? കൻവർ സിംഗ്. അടുത്തത് അഞ്ചാമത്തത് ബീഹാറിലെ. ഓക്കെ, ഒന്നാമത്തത് ഏതാണ്? ബറേലിയിൽ. ബറേലിയിൽ ഖാൻ ബഹദൂർ കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ്. ബറേലിയിൽ ഉത്പാദിച്ചത് ഖാൻ ബഹദൂർ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബറോട്ട് പർഗാന, ഇത് നമ്മൾ നോട്ടിൽ എഴുതി വെക്കണം. ബറോട്ട് പർഗാന കേട്ടോ, രണ്ടാമത്തത്. ഓക്കെ, രണ്ടാമത്തത് ഏതാണ്? രണ്ടാമത്തത് ഒന്നാമത്തതാണെന്ത്? ഖാൻ ബഹദൂർ. രണ്ടാമത്തത് ഷാമൽ കേട്ടോ. ബറോട്ട് പർഗാന ഷാമലാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ ആൻസർ ഏതാണ്? ഇതാണ് ആൻസർ. ഓക്കെ, അപ്പൊ ബറേലിയിൽ ശരിക്കും മനസ്സിലാക്കുക. ബറേലിയിൽ ഖാൻ ബഹദൂർ, ബറോട്ട് പർഗാനയിൽ ഷാമൽ, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, ബീഹാറിൽ കൻവർ സിംഗ്. അപ്പൊ ഇത്രയും പോയിന്റ് നോക്കി വെക്കുക. അടുത്ത്, താഴെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് കർഷകരുടെ ദുരിതങ്ങൾ. ഓക്കെ, കർഷകരുടെ ദുരിതങ്ങൾ ശരിയാണ്. കർഷകരുടെ ദുരിതങ്ങൾ, പിന്നെ കരകൗശലം, പിന്നെ രാജാക്കന്മാരുടെ പ്രശ്നം, ശിപ്പായിമാരുടെ ദുരിതം, ഇതൊക്കെ അതിൽ ഉൾപ്പെടും കേട്ടോ. ഇവയെല്ലാം ശരിയാണ്. കർഷകരെവിടെ എന്ന് ചിന്തിക്കരുത്. കർഷകരുടെ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിരുന്നു ആ സമയത്ത്. ഓക്കെ, അടുത്ത, ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളും നേതൃത്വം നൽകിയവരുടെ. ശരി, ഇത് കണ്ടോ, ഇനി വളരെ ഈസി ആയി. കാൺപൂർ ഏതാ? കാൺപൂർ നാനാ സാഹിബ്. ഓക്കെ, ബീഹാർ ഏതാ? കൻവർ സിംഗ്. ഓക്കെ, ഡൽഹി ഏതാ? ബഹദൂർ ഷാ. ഝാൻസി ഏതാ? റാണി ലക്ഷ്മിബായി. ഇവിടെ ഇവിടെ ഈ പോയിന്റ് ആണ്. ബറോട്ട് പർഗാന ഷാമൽ, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, ബറേലി ഖാൻ ബഹദൂർ. ക്ലിയർ? ഇതൊക്കെ നോട്ട് ചെയ്യാം കേട്ടോ. ഇനി അടുത്തത്, താഴെ തന്നിരിക്കുന്നതിൽ എ വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കി ബി വിഭാഗത്തിലെ ഉത്തരം കണ്ടെത്തുക. കാൺപൂർ നാനാ സാഹിബ്. ഓക്കെ, റെഡി. രണ്ടാമത്തത് ഡൽഹിയിൽ ബഹദൂർ ഷാ. ഏഹ് പിന്നെ ആരയില് ആരാണ്? ആരയില് ആരാണ്? റെഡി. ആരയിൽ ആരാണ്? ഇതൊക്കെ റിപ്പീറ്റ് ആണ്. ആരയിൽ ആരാ? കൻവർ സിംഗ് അല്ലേ? ആരയിൽ കൻവർ സിംഗ് ആണ് കേട്ടോ. കൻവർ സിംഗ്.
ബറോട്ടിൽ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ. ബറോട്ട് ഏതാ? ഇപ്പൊ പറഞ്ഞില്ല. ഈ ക്വസ്റ്റ്യനിൽ കണ്ടോ? ബറോട്ട് പർഗാന, ഷാമിൽ കേട്ടോ. ഷാമിലാണ് ആൻസർ. കണ്ടോ? റിപ്പീറ്റ് അല്ല, ബറോട്ടില് ഷാമിൽ. റെഡി? ഓക്കെ. ഇനി അടുത്ത ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? പത്താമത്തെ ക്വസ്റ്റ്യൻ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെക്കുറിച്ചുള്ള ആ, ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്ന്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്ത് നികുതി പിരിച്ചെടുത്തത് സെമീന്ദാർ ആയിരുന്നു. ഒന്ന് ശരിയാണ്. ഭൂനികുതി വ്യവസ്ഥ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് നടപ്പാക്കിയത്. ഓക്കെ. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ആണോ? ഒരിക്കലുമല്ല. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലല്ല നടപ്പാക്കിയത്. കോൺവാലിസ് പ്രഭു എന്താണ് ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പാക്കുന്നത്. ഓക്കെ. പെർമനന്റ് സെറ്റിൽമെന്റ്. ഓക്കെ. പെർമനന്റ് സെറ്റിൽമെന്റ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കുക. പെർമനന്റ് സെറ്റിൽമെന്റ്. ഓക്കെ. ജസ്റ്റ് ഒന്ന് പറയാം. പെർമനന്റ് സെറ്റിൽമെന്റ്, അതായത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഓക്കെ. ഇത് കൊണ്ടുവന്നത് കോൺവാലിസ് ആണ്. ഓക്കെ. കോൺവാലിസ്. രണ്ടാമത്തെ പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ് കോൺവാലിസ്. രണ്ടാമത്തെ പോയിന്റ് ഏത് വർഷമാണ്? 1893 കേട്ടോ. 1893 വർഷം. സോറി, 800 അല്ല, 1793 കേട്ടോ. ഓക്കെ, സോറി. 1793 ഇത് തയ്യാറാക്കിയത് ജോൺ ഷോർ ആണ് കേട്ടോ. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഇത് വലിയ എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. ജോൺ ഷോർ ആണ് തയ്യാറാക്കിയത്. ഓക്കെ. പ്രധാനമായിട്ടും ബംഗാള്, ബീഹാർ, എവിടേക്കാണ് കൊണ്ടുവന്നത്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബംഗാളില് ഇത് ചെറിയ എക്സാമിന് ചോദിക്കാം, കാരണം SCRT-യിലില്ലേ. ബംഗാള്, ബീഹാർ. ഓക്കെ. ബംഗാള്, ബീഹാർ, പിന്നെ ഒഡീഷയുടെ ചില ഭാഗങ്ങൾ. ഓക്കെ. ഇവിടെയാണ് എന്ത് ഇത് കൊണ്ടുവന്നത്. നിങ്ങളെ നോട്ടിൽ എഴുതി വെക്കുക. അപ്പൊ വടക്ക് പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? അല്ലേ? സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കേട്ടോ. ഓക്കെ. ഇപ്പൊ കൃഷി എന്താകുക? കൃഷിയുടെ റവന്യൂ എന്താകുക? ഫിക്സ് ചെയ്തിട്ട് ജമീന്ദാർ, അതാണ് നികുതി പിരിച്ചിരുന്നത് ജമീന്ദാറായിരുന്നു. എന്നിട്ട് അത് ആർക്ക് കൊടുക്കും? ബ്രിട്ടീഷുകാർക്ക് കൊടുക്കും. അതിന് ചെറിയ സത്യത്തിൽ മര്യാദക്കൊന്നും ആർക്കുണ്ടാവില്ല, കൃഷി ചെയ്ത കർഷകന് ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ. ഇനി അടുത്തത്, ഇപ്പൊ ആ ക്വസ്റ്റ്യൻ റെഡി. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ലോർഡ് റിപ്പൺ. ലോർഡ് റിപ്പണുമായി ബന്ധമില്ലാത്തത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ. ഇത് വലിയ എക്സാമിനുള്ള ചോദ്യമാണ് ഇതിൽ കൊടുത്തത്. അപ്പോൾ എന്തൊക്കെയോ ഒന്ന് ചോദിക്കുക. റിപ്പീൽ ഓഫ് ദി വെർണാകുലർ പ്രസ് ആക്ട്. വെർണാകുലർ പ്രസ് ആക്ട്, അതായത് പത്ര നിയമമാണ് വെർണാകുലർ പ്രസ് ആക്ട് എന്ന് പറയുന്നത്. അതെന്തായി? എടുത്തു കളഞ്ഞു. ഓക്കെ. റിപ്പൺ. ലോർഡ് റിപ്പൺ എന്തായി? അത് എടുത്ത് കളഞ്ഞു. വെർണാകുലർ പ്രസ് ആക്ട്. ഓക്കെ. ഇദ്ദേഹത്തിനെയാണ് എന്തു പറയാ, ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഫാദർ എന്ന് പറയാം. അതുപോലെ ഹണ്ടർ കമ്മീഷൻ നിയമിച്ചത് റിപ്പൺ ആണ് കേട്ടോ. ഹണ്ടർ കമ്മീഷൻ നിയമിച്ചത് റിപ്പൺ ആണ്. 1882 ഫാക്ടറി ആക്ട്, ഫാക്ടറി നിയമം കൊണ്ടുവന്നത് ലോർഡ് റിപ്പൺ ആണ്. ജസ്റ്റ് എഴുതി വെക്കുക കേട്ടോ. വെർണാകുലർ പ്രസ് ആക്ട് വർഷം എത്ര? 1881. ആ. ഓക്കെ. പിന്നെ ഇൽബർട്ട് ബിൽ. ഓക്കെ. ഇൽബർട്ട് ബില്ല് എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ബില്ലാണ്. 1883 അത് കൊണ്ടുവന്നു. അതായത് ഇന്ത്യൻ ജഡ്ജിമാർക്ക് യൂറോപ്യൻ എന്താ പറയാ, പിന്നെ
ആഹ്, യൂറോപ്യൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സബ്ജക്റ്റിൽ കാര്യങ്ങൾ എന്താക്കുക, ക്രിമിനൽ കേസിലൊക്കെ അവരെയും എന്താക്കുക ഉൾപ്പെടുത്താം എന്നുള്ള, അതായത് അവരെ വിചാരണ ചെയ്യാന്നുള്ള, അതായത് അതായത് ഇന്ത്യൻ ജഡ്ജിമാർക്ക് വിദേശ ആഹ്, ബ്രിട്ടീഷ് ടീമിനെ എന്താക്കാം, അതായത് ബ്രിട്ടന്റെ സബ്ജക്റ്റിലുള്ള ബ്രിട്ടന്റെ അണ്ടറിലുള്ള കാര്യങ്ങളും കൂടി ആർക്ക് ട്രൈ ചെയ്യാം, ആർക്ക് വിചാരണ ചെയ്യാം, ഇന്ത്യൻ ജഡ്ജിമാർക്ക് ചെയ്യാമെന്നുള്ള ഒരു നിയമമാണെന്ത്, ആഹ്, ഇൽബർട്ട് ബിൽ കേട്ടോ. ഓക്കെ, ഇൽബർട്ട് ബിൽ. അത് കൊണ്ടുവന്നത് ആരാണ്? റിപ്പൺ ആണ് കേട്ടോ. മനസ്സിലായോ? ഞാൻ ഒന്നുകൂടി പറയാം, അത്ര മനസ്സിലാക്കിയാൽ മതി. എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. അതായത് റിപ്പൺ റിപ്പൺ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഒന്ന് വെർണാഗുലർ പ്രസ് ആക്ട് ആണ്. വെർണാഗുലർ പ്രസ് ആക്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമില്ല, പത്രഭാഷാ നിയമം. അത് കൊണ്ടുവന്നത് 1881-ലാണ് കേട്ടോ. ഓക്കെ, അത് റിപ്പീൽ ചെയ്തു, കൊണ്ടുവരല്ല, എടുത്തു കളഞ്ഞു കേട്ടോ, എടുത്തു കൊണ്ടുവന്നു. ഓക്കെ, ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, ക്ലിയർ ചെയ്ത് തരാം. അതായത് വെർണാഗുലർ പ്രസ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലിട്ടൺ ആണ്, കൊണ്ടുവന്നത് ലിട്ടൺ ആണ്. ഓക്കെ, ശ്രദ്ധിച്ചില്ല, പറഞ്ഞതിൽ മാറിപ്പോയതാണ് കേട്ടോ. റിപ്പീൽ എന്ന് പറഞ്ഞാൽ എടുത്തു കളയാ, ലിട്ടൺ ആണ്. അത് എടുത്തു കളഞ്ഞത് ആരാണ്? റിപ്പൺ ആണ്. ഓക്കെ, ജസ്റ്റ് ഓർത്ത് വെക്കുക, കൊണ്ടുവന്നത് ലിട്ടൺ, എടുത്തു കളഞ്ഞത് റിപ്പൺ. ഏഹ് അത് ഏത് വർഷമാണ് കൊണ്ടുവന്നത്? 1878-ലാണ് കൊണ്ടുവന്നത്. എടുത്തു കളയുന്നത് 1883-ലും. റെഡി? അത് എടുത്തു കളഞ്ഞത് അദ്ദേഹമാണ്. പിന്നെ രണ്ടാമത്തത് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതിന്റെ ആൻസർ ഏതാണ്? 2 and 4 ആണ്. സെക്കൻഡ് അഫ്ഗാൻ വാറിൽ അദ്ദേഹമല്ല, ആംസ് ആക്ടും അദ്ദേഹത്തിന്റെ അല്ല. ഓക്കെ, ഫസ്റ്റ് ഫാക്ടറി ആക്ട് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. ഭരണഘടന പ്രസ് ആക്ട് എടുത്തു കളഞ്ഞ അദ്ദേഹമാണ്. 2 പോയിന്റ് ഓർത്തു വെക്കുക. പിന്നെ വേറെന്താ? അത്ര മതി കേട്ടോ, 3 പോയിന്റ്. ഭരണഘടന പ്രസ് ആക്ട് എടുത്തു കളഞ്ഞത് റിപ്പൺ. ഓക്കെ, ഇനി അടുത്തത്, ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നതാണ് ബംഗാളാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ടെക്സ്റ്റിലുണ്ട്, നമുക്ക് ചർച്ച ചെയ്യാം. സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്ന്, സൈനിക സഹായ വ്യവസ്ഥ നാട്ടുരാജാക്കന്മാർക്ക് പരിപൂർണ അധികാരം നൽകി. ഓക്കെ, നാട്ടുരാജാക്കന്മാർക്ക് പരിപൂർണ അധികാരം നൽകി. നൽകിയോ? ഒരിക്കലും ഇല്ല അല്ലേ? ഒരിക്കലും ഇല്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഓക്കെ, രണ്ടാമത്തത്, സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം. ശരിയാണ്. സൈനിക സഹായ വ്യവസ്ഥ, അതായത് ബ്രിട്ടീഷുകാരുടെ കീഴിൽ നിൽക്കുന്ന നാട്ടുരാജ്യം, ആ നാട്ടുരാജ്യത്ത് ബ്രിട്ടീഷുകാരുടെ സൈന്യത്തെ എന്താക്കണം? നിർത്തണം. ഇപ്പൊ ഒരു ഉദാഹരണം ഈ കാലഘട്ടത്ത് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, US, അമേരിക്കന്റെ ഒരു ബേസ് ഉണ്ട് എവിടെ? ഖത്തർ, ആ രാജ്യത്തൊക്കെ. അതുപോലെ കേട്ടോ, ഇതിന്റെ വേറൊരു രൂപമാണത്. ഓക്കെ, സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവിന് മറ്റു വിദേശ രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാവുന്നതാണ്. തെറ്റല്ലേ? ബന്ധമൊന്നും സ്ഥാപിക്കാൻ പറ്റില്ല. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് പ്രസിഡന്റിന് തലസ്ഥാനത്ത് നിലനിർത്തണം. അപ്പൊ 4ഉം ശരി, 2ഉം ശരി. ആൻസർ 2 and 4. സാമൂഹിക സ്ഥാപനങ്ങളുമായും പരിഷ്കരണങ്ങളുമായും ബന്ധപ്പെട്ട വസ്തുതകൾ പരിഗണിക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് കേട്ടോ, ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത്, താഴെ പറയുന്നതിൽ ഏതാണ് 1806-ൽ നടന്നത്? വെല്ലൂർ കലാപം. വെല്ലൂർ കലാപം നടന്നത് എപ്പോഴാണ്? 1806-ൽ. റെഡി? ഓക്കെ, ഈ വർഷം വളരെ, വെല്ലൂർ കലാപം SCRT ഉണ്ട് 806-ൽ. റെഡി? സന്യാസി കലാപം നടക്കുന്നത് 1763 കാലഘട്ടത്തിലാണ് കേട്ടോ. സന്യാസി കലാപം 1763 to 1800 ഇങ്ങനെ കൊടുത്തിട്ടുള്ള
ഈ കാലഘട്ടത്തിലാണുള്ളത്. ഓക്കെ. അതായത് ഗ്രേറ്റ് ബംഗാൾ ഫാമിൻ 1770 ഏറ്റവും വലിയ ക്ഷാമം നടക്കുന്നത് ബംഗാളിൽ. ആ കാലഘട്ടത്തിൽ എന്താണ് ഈ കലാപം നടക്കുന്നുണ്ട്. ഓക്കെ. മലബാർ കലാപം 1921. ശിപായി കലാപം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളെ റിവാൾട്ടാണ് 1857. ഓക്കെ. അപ്പോൾ വെല്ലൂർ കലാപം നടക്കുന്നത് ഏത് വർഷമാണ്? 1806. റെഡി? മനസ്സിലായോ? വെല്ലൂർ കലാപം നടക്കുന്ന സമയത്ത് വില്യം ബെൻഡിക് ആയിരുന്നു എന്ത് ഗവർണർ ജനറൽ. ഓക്കെ. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്നത് ഇത് +2 ക്വസ്റ്റ്യൻ ആണ്. +2 ടെക്സ്റ്റ് ബുക്ക് പോകുന്ന ചെറിയ പഴം, സോറി, പോകുന്ന ചെറിയ പഴമല്ല, ചെറിയ പഴം എന്ന് അവധ് എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഡൽഹൌസിയാണ് കേട്ടോ. ഓക്കെ. പഠിച്ചൂടാ. ഒരു നാൾ നമ്മൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിയ പഴം, അതാണ് വിശേഷിപ്പിച്ചത്. ഇത് എന്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്? അവധിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവധിനെ കുറിച്ച് പറഞ്ഞു. ആരാണ് പറഞ്ഞത്? ഡൽഹൌസി പറഞ്ഞത്. ഏതാണ്? 1806. കണ്ടോ, ഇതൊക്കെ റിപ്പീറ്റ് ആണ്. ഇപ്പോഴാണ് വെല്ലൂർ കലാപം. ഓക്കെ. ഇപ്പൊ പഠിച്ചില്ലേ? ഇനി പറയുന്ന വാക്യങ്ങൾ വായിച്ച് താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം ഉണ്ടാക്കുക, നൽകുക. ശരിയാതൊക്കെ. 1757 പ്ലാസി യുദ്ധത്തിൽ ബംഗാൾ തുടങ്ങി ഇന്ത്യ പ്രദേശത്തെ വിപുലീകരണത്തിൽ ബ്രിട്ടീഷുകാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ഓക്കെ. അപ്പോൾ ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. 1757 പ്ലാസി യുദ്ധം നടക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ എന്താണ് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു പ്ലാസി യുദ്ധം. ലോർഡ് കോൺവാലിസ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം വിഭജിക്കുന്നതിന് ഒരു പ്രധാന മാർഗമാണ് ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് കൊണ്ടുവന്നത്. ഇത് തെറ്റാണ്. ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് കൊണ്ടുവന്നത് ആരായിരുന്നു? ഡൽഹൌസിയാണ് കേട്ടോ. ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് കൊണ്ടുവരുന്നത് എന്താണ്? അത് ദത്താവകാശ നിരോധന നിയമം. റെഡി? കൊണ്ടുവരുന്നത് ആരാണ്? ഡൽഹൌസിയാണ്. ഓക്കെ. അതിന്റെ ബലത്തിലായിരുന്നു ഝാൻസി റാണിനെയൊക്കെ എന്തായത് അദ്ദേഹം പിന്നെ സ് സ്ഥാനം കൊടുക്കാതിരുന്നത് കേട്ടോ. ഓക്കെ. അടുത്ത ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ. അപ്പോൾ അത് തെറ്റ്. ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ എന്നാണ് ചാൾസ് മെറ്റ്കാൾഫ് അറിയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജെയിംസ് അഗസ്റ്റസ് സിക്കിയെ ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു കേട്ടോ. ഓക്കെ. 134 അതാണ് ആൻസർ. താഴെ പറയുന്നതിൽ ഇന്ത്യയുടെ ഭൂവുടമ സമ്പ്രദായം ഏതൊക്കെയാണ്? കുറേ ഉണ്ടല്ലോ അല്ലേ? ഏതൊക്കെയാ? ഒന്ന് ജമീന്ദാരി സിസ്റ്റം, റേട്ടുവാരി, മഹൽവാരി, ഇതൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഇതൊക്കെയാണെന്ത് ആ, കൃഷിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? മഹൽവാരി ഉണ്ടല്ലോ, അതെ, ഫ്യൂഡൽ സമ്പ്രദായമാണ് കേട്ടോ. ഭൂവുടമ സമ്പ്രദായം, ഫ്യൂഡൽ, ഇതെല്ലാം ശരിയാണ് കേട്ടോ. ഫ്യൂഡൽ സമ്പ്രദായം, റേറ്റുവാരി, ഇതൊക്കെ ഭൂമിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ, ഇത് നമ്മൾ പറഞ്ഞു. ഡൽഹൗസി എത്ര വട്ടം? വീണ്ടും. പിന്നെ അവധിനെ കുറിച്ചിട്ടാണ് വായിൽ പതിക്കാൻ പോകുന്ന ചെറിയ പഴം. ഇത് നമ്മൾ പറഞ്ഞതാണല്ലേ? ഓക്കെ. ചാൾസ് വിമോചകൻ, ഹിക്കി, ഭൂവുടമ സമുദായം എല്ലാം എന്താണ് ഉൾപ്പെട്ടതാണ്. ഇത് വീണ്ടും അതന്നെ, വീണ്ടും ആ ക്വസ്റ്റ്യൻ തന്നെ. ഡൽഹൗസി, അവധ്, റിവോൾട്ട്, വെല്ലൂർ കലാപം. 1757 പ്ലാസി യുദ്ധത്തിൽ ബംഗാൾ തുടങ്ങി ഇന്ത്യൻ പ്രദേശത്തിന്റെ വിപുലീകരണത്തിന് ബ്രിട്ടീഷുകാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ലോർഡ് കോൺവാലിസ് ഇന്ത്യയുടെ സാമ്രാജ്യം ഡോക്ടറിൻ ഓഫ് ലാബ്സ് തെറ്റാണ്. ഇത് നമ്മൾ പറഞ്ഞതാണോ? ഓക്കെ. അടുത്ത ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് കാരണം ഏതാണ്? റോളട്ട് ആക്ട് ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജാലിയൻ വാലാബാഗ് നടന്നത് എപ്പോഴാണ്? ഓക്കെ, 1913 ജാലിയൻ വാലാബാഗ് നടന്നത്. ഏതാ ഡേറ്റ്? 1900, സോറി, 1919 കേട്ടോ. സോറി സോറി സോറി, 1919
ലാണ് ജാലിയൻ വാലാബാഗ് നടക്കുന്നത് ഏപ്രിൽ 13. 1919 ഏപ്രിൽ 13 എന്ത് ജാലിയൻ വാലാബാഗ് നടക്കുന്നത്. അന്ന് ജനറൽ ഗവർണർ ജനറൽ ആരായിരുന്നു? ലോർഡ് ചെംസ്ഫോർഡ് ആണ് കേട്ടോ. ഓക്കെ. റോളറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്തായ അവിടെ ആളുകൾ കൂടിയത്. ഓക്കെ. 13 ഏപ്രിൽ 1919, 1919 13 ഏപ്രിൽ. വൈസ്രോയി ലോർഡ് ചെംസ്ഫോർഡ്. ഓക്കെ. അതുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ HUNTER കമ്മീഷൻ. ഓക്കെ. ബാലഗംഗാധര തിലകിന്റെ ജേണൽ ഏതാണ്? ഓക്കെ. 23. ബാലഗംഗാധര മറാഠയാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ജേണല് മറാഠ ആണ്. പിന്നെ 3 കോൺഫറൻസ് നടന്നിട്ടുണ്ട്. വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം. ബംഗാൾ, ബീഹാർ, ഒഡീഷ. ഏതാണ് ആൻസർ? ബി അല്ലേ? അല്ലേ? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ് ഇതിന്റെ ആൻസർ. പഠിച്ചത്. അടുത്തത്, 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത ആള് അത് BR അംബേദ്കർ ആണ് കേട്ടോ. ഗാന്ധിജി പങ്കെടുത്തത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് കേട്ടോ. മറക്കണ്ട. ക്യാപ്റ്റൻ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ നാഷണൽ ആർമിയാണ് കേട്ടോ. SCRT-യിലുണ്ട്. പിന്നെ ക്യാബിനറ്റ് മിഷൻ 1946. ഓക്കെ. ക്വിറ്റ് ഇന്ത്യ 1942. 1942 ക്വിറ്റ് ഇന്ത്യ. ഓക്കെ. മൗണ്ട് ബാറ്റൻ പ്ലാന് 1947 കേട്ടോ. ഇത് തീരാൻ പോയത്. ഓക്കെ. ലീഗിന്റെ പാകിസ്ഥാൻ ഡിമാൻഡ്. ഓക്കെ. ലീഗിന്റെ പാകിസ്ഥാൻ എന്നുള്ള ഡിമാൻഡ് ഏത്? ഇതിന്റെ പാകിസ്ഥാൻ എന്നുള്ള ഡിമാൻഡ് റെഡി. ഈ ലീഗിന്റെ പാകിസ്ഥാൻ ഡിമാൻഡ് 4. ഓക്കെ. 1940 കേട്ടോ. 1940 ലീഗിന്റെ പാകിസ്ഥാൻ ഡിമാൻഡ്. അപ്പൊ ആൻസർ ഏതാണ് ഇവിടെ? ഉത്തരം A ആണ് കേട്ടോ. എ. റെഡി. ഇനി അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ ശരിയായി കാലഗണനാക്രമം ഏത്? ഒന്ന്, അതിർത്തി ഗാന്ധിയുടെ മരണം. ഏതാ വർഷം? നമ്മൾ പറഞ്ഞായിരുന്നു അതിർത്തി ഗാന്ധിയുടെ മരണം എന്ന് പറഞ്ഞാൽ 1988 കേട്ടോ. അല്ലേ? അദ്ദേഹത്തിന്റെ മരണം 1908. ഓക്കെ. ജനുവരി 20 അദ്ദേഹം മരണപ്പെടുന്നത്. 1988 ജനുവരി 20. ഓക്കെ. ഏത് പ്രവർത്തിക്കുക മരിക്കുക ക്വിറ്റ് ഇന്ത്യ കേട്ടോ. ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വിറ്റ് ഇന്ത്യ. ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ്. ഓക്കെ. എപ്പോഴാണ് ക്വിറ്റ് ഇന്ത്യ നടന്നത്? 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങി. സെഷൻ എന്ന് പറഞ്ഞാൽ ബോംബെ സെഷൻ ആയിരുന്നു. 1942 എന്ന് പറഞ്ഞാൽ ബോംബെ സെഷൻ ആയിരുന്നു. ഓക്കെ. റെഡി. ഇനി അടുത്തത് തെബക. 2/3 എന്താ കർഷകർക്ക് വീതിച്ചു കൊടുക്കുക. കർഷകർക്കല്ല, ഓണർ എടുത്തിട്ട് ആ ഒരു ഭാഗം മറ്റവർക്ക് കൊടുക്കുന്നതാണ് എന്ത്? തെബക. അതിനെതിരെ നടന്ന ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു, തെബക സമരം. ഓക്കെ.
1946-47 കാലഘട്ടത്തിൽ നടന്നു. ബോംബെയിലായിരുന്നു, അല്ല സോറി, ബംഗാളിലായിരുന്നു. തെബഗ. ഉം. റെഡി. ഓക്കെ. എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത്? നല്ല ക്വസ്റ്റ്യൻ ആണ്. ട്രാങ്കിബാർ കേട്ടോ, ട്രാങ്കിബാർ. ഇന്ത്യയിലെ നേതൃത്വത്തിനായി പങ്കുവച്ച ആദ്യത്തെ സമരം ഏത്? അതായിരിക്കും. സിമ്പിൾ അല്ലേ? ഏതാണ്? ചമ്പാരൻ അല്ലേ? അല്ലേ? എ ആണ് ആൻസർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് കാരണമായ നിയമം ഏതാണ്? റൗളട്ട് ആക്ട് കേട്ടോ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ബംഗാൾ നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ശരിയാണ്. ബി തെറ്റാണ്. നടപ്പാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് റേറ്റ് വാല്യൂ. ഓക്കെ. ഭൂനികുതി വ്യവസ്ഥ. ഉത്തരം എ ആണ്. ഇത് ശരി. രണ്ട് തെറ്റ്. മൂന്നും തെറ്റാണ്. അടുത്ത ദത്തവകാശ നിരോധന നിയമപ്രകാരം നടപ്പിലാക്കിയത് ഡൽഹൌസി. ഓക്കെ. ഡൽഹൌസി. ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. 1887 വിപ്ലവത്തിലെ ലക്നൌവിലെ നേതാവായിരുന്നുണ്ട് നാനാ സാഹിബ്. ഒന്ന് തെറ്റി. ലക്നൌവിൽ നേതാവായിരുന്നു ബഹദൂർ ഷാ. താന്തിയ തോപ്പി. ഷാമഹൽ. ഓക്കെ. ഡി ആണ് ആൻസർ. ലക്നൌവിൽ നേതാവായിരുന്നു ഹസ്രത്ത് ഷാമഹൽ. പരുത്തി നെയ്ത്തുകാരുടെ ഇന്ത്യ സമർപ്പിക്കുന്ന ആരുടെ പ്രസ്താവനയാണ് കേട്ടോ? സി ആണ് ആൻസർ. വില്യം ബെൻഡിക്. ശരി. ഏത്? കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. വളരെ കറക്റ്റ് ആണ്. അപ്പം മൂന്ന് പോയി. വൺ. ഓക്കെ. ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു ഫൈസാബാദിന്റെ സ്വതന്ത്ര ചുമതല. ബീഗം. ഓക്കെ. ഇതിന്റെ ആൻസർ എന്താ? ബി ആണ് ആൻസർ. ഒന്ന് മാത്രമേ ശരിയുള്ളൂ. ഇത് രണ്ടും തെറ്റാണ്. മൗലവി അഹമ്മദുള്ളക്ക് ഡൽഹി കേന്ദ്രമാക്കിയിട്ടാണ്. പിന്നെ ബീഗം ഹസ്രത്ത് മഹൽ നമുക്ക് എന്തിനാ? അദ്ദേഹത്തിന്റെ ഈ ബീഗം ഹസ്രത്തിന്റെ ഹസ്ബൻഡാണ് ആര്? വാജിദ് അലി എന്ന് പറയുന്നത് കേട്ടോ. അദ്ദേഹം ഈ ബീഗം ഹസ്രത്ത് മഹൽ ഒരു വാരിയർ ആയിരുന്നു. ഓക്കെ. ആൻസർ ഒന്ന് മാത്രം കേട്ടോ. ഒന്ന് മാത്രം. അടുത്തത് 1848 തത്തബഹാരനായ പ്രകാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുത്ത ആദ്യത്തെ നാട്ടുരാജ്യം ഏത്? ഏതാണ്? സത്താറ ആയിരിക്കും. ഏതാണ് ആൻസർ? സത്താറ. ഇന്ത്യൻ കൗൺസിൽ നിയമം നടപ്പിലാക്കുന്ന 1861 പോർട്ട്ഫോളിയോ സംവിധാനം കൊണ്ടുവന്നത് ആരാണ്? പോർട്ട്ഫോളിയോ. കാനിങ് ബ്രൂ ആണ് പോർട്ട്ഫോളിയോ. സി ആണ് ആൻസർ. ഇത് കേട്ടോ. താഴെ പറയുന്നതിൽ 1861-1862 കൗൺസിലിലേക്ക് ലോർഡ് കാനിങ് നാമനിർദ്ദേശം ചെയ്യാത്തത് ആരെയാണ്? മൈസൂര് മഹാരാജാവ് കേട്ടോ. മൈസൂർ മഹാരാജ്. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വെവ്വേറെ ഇലക്ടറേറ്റ് ഏർപ്പെടുത്തിയ നിയമം. ഇതൊക്കെ പ്ലസ് ടു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892. ആരാണ് ഈ ക്യാബിനറ്റ് മിഷനിലെ അംഗമല്ലാത്തത്? വില്യം ബെൻഡിക് പ്രഭു. ആരാണ് ക്യാബിനറ്റ് മിഷനിലെ അംഗമല്ലാത്തത്? പറ്റിക് ലോറൻസും സ്റ്റെഫോർഡ് ക്രിപ്സും അലക്സാണ്ടർ എന്നതാണ് മെമ്പറാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? ആരാണ്? റീഡിങ്, ചെംസ്ഫോർഡ് ഒക്കെയാണ്. ഉത്തരം എന്താ? ചെംസ്ഫോർഡ് ആണ് കേട്ടോ. INC ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം എന്താണ്? ഐക്യം, വിശ്വാസം, ത്യാഗം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. പ്രപഞ്ചം മുഴുവൻ ഒരു കുടുംബമാണ്.
ആൻസർ ഏതാ? ഐക്യം, വിശ്വാസം, ത്യാഗം കേട്ടോ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലത്ത് ഇന്ത്യൻ വിപ്ലവകാരികളെ താഴെ പറയുന്ന സംഭവങ്ങൾ കാണുക. ഒന്ന്, കക്കോരി റെയിൽവേ സ്റ്റേഷന് സമീപം HRA വഴി ഒരു ട്രെയിൻ കൊള്ളയടിച്ചു. ഓക്കെ. മൂന്ന്, രണ്ട്, ഒന്ന്, നാല്, ഒന്ന്. ഒന്നാമത്തതാണ് ഏറ്റവും ആദ്യം. കക്കോരി ട്രെയിൻ എന്തായി? കൊള്ളയടിച്ചു. മൂന്നാമത്തത്, ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും കേന്ദ്ര നിയമസഭയിൽ ബോംബ് വർഷിച്ചു. നാലാമത്തത്, ലാഹോറിലെ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനെ സൗണ്ടേഴ്സിന്റെ കൊലപാതകം. പിന്നെ ഓക്കെ, പിന്നെന്താണ്? കക്കോരി റെയിൽവേ സ്റ്റേഷനിൽ നടന്നു ചെറവയൂർ ട്രെയിൻ കൊള്ളയടിച്ചു. ഓക്കെ, ബി ആണ് ആൻസർ. 887 കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി. ആരംഭിച്ചത് മീററ്റ്, ശരിയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം. 887 കലാപത്തിൽ ശിപ്പായിമാർ പങ്കെടുത്തിരുന്നില്ല. ഓക്കെ, 46 കേട്ടോ. അടുത്ത, ആരാണ് INC-യുടെ പ്രസിഡന്റ് അല്ലാത്തത്? ബാലഗംഗാധർ ആണ്. പിന്നെ ലാലാ ലജ്പത് റായ്. സി ആയിരിക്കും ആൻസർ കേട്ടോ. ഓക്കെ, ആരാണ് INC-യുടെ പ്രസിഡന്റ്? ഇപ്പൊ കൈവിട്ടോ. പ്രസിഡന്റ് അല്ലാത്തത്. അല്ലാത്തത് ബാലഗംഗാധർ തിലകാണ് കേട്ടോ. സോറി, ബാലഗംഗാധർ അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നില്ല. ലാലാ ലജ്പത് റായ്, ചിത്രരഞ്ജൻ ഗോപാൽ കൃഷ്ണ ഗോഖലെ ഇവരൊക്കെ ആയിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആരായിരുന്നു? ബി ആണ് ആൻസർ കേട്ടോ. പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ WC ബാനർജി. തീവ്ര ദേശീയത നേതാക്കന്മാർ. ഓക്കെ, തീവ്ര ദേശീയമായി ബന്ധപ്പെട്ട ഇത്. തിലകും ലാലാ ലജ്പത് റായിയാണ് എന്ത്? തീവ്ര ദേശീയവാദികൾ. ഓക്കെ, മോഡറേറ്റ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് എന്ന് പറയുന്ന രണ്ട് വിഭാഗം. തിലകും ലാലാ ലജ്പത് റായും വയസ്സന്മാര്. ഓക്കെ, ഒന്നും മൂന്നും ആണ് കേട്ടോ. ഒന്നും മൂന്നും. ഒന്നും മൂന്നും. ലാലാ ലജ്പത് റായിയും ബാലഗംഗാധർ തിലകും. നവറോജിയും ഗോപാലകൃഷ്ണ ഗോഖലെ എന്താണ്? നേതാക്കന്മാര് ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അലങ്കരിച്ച വനിതകൾ ആരൊക്കെ? ബി ആണ് ആൻസർ. ഓക്കെ, സരോജിനി നായിഡു ശരിയാണ്. നെല്ലിസൺ ഗുപ്ത ശരിയാണ്. റെഡി. ഒന്നും മൂന്നാണ് ആൻസർ കേട്ടോ. ഒന്നും മൂന്നും. നെല്ലിസൺ ഗുപ്ത. ഓക്കെ, റെഡി. ഇനി മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം 1924 ബൽഗാർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏത്? INC-യുടെ ഏതാണ്? നിയമലംഘന പ്രസ്ഥാനം, നിസ്സഹകരണ പ്രസ്ഥാനം, പിന്നെ കിറ്റ് ഇന്ത്യയാണ് അവസാനത്തെ ബഹുജന സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം അത് ഏതായിരിക്കും? ലാഹോർ ആയിരിക്കും. ലാഹോർ. അടുത്ത, ചുവടെ തന്നിരിക്കുന്ന ആരാണ് ഇന്ത്യൻ കാലഘട്ടത്തിൽ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? മിതവാദിയിൽ ഉൾപ്പെടാത്തത് ബാലഗംഗാധർ തിലക് തന്നെയാണ് കേട്ടോ. ഓക്കെ, താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ് ആരൊക്കെയാണ്? ഗോഖലയിൽ ഉൾപ്പെടും. ഓക്കെ, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധർ തിലക്, ലാലാ ലജ്പത് റായ്. ചുവടെ കൊടുത്തിട്ടുള്ളതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കണ്ടെത്തുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തത്, മൂന്ന് മാത്രമാണ് തീരുമാനം. നിസ്സഹകരണ സമരം ആരംഭിക്കുക.
പൂർണ്ണ സ്വരാജിന്റെ കോൺഗ്രസിന്റെ ലക്ഷ്യം നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി 30 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കണം. അത് അങ്ങനെ തന്നെയാണ് നടപ്പിലാക്കിയത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണെന്ത്, ഇത് റിപ്പീറ്റ് ചെയ്ത് കാണുക, പഠിക്കുക. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞ പോയിന്റ്സ് അടക്കം നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത PYQ സെഷൻ അടുത്തത് ഉണ്ടാവും കേട്ടോ. ഓക്കെ, താങ്ക് യു.